പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയിൽ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാന പ്രകാശത്തിന്റെ കൂദാശയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദിവ്യകാരുണ്യം പ്രകാശത്തിന്റെ കൂദാശയാണെന്ന് പറഞ്ഞത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ്. എന്താണ് വിശുദ്ധ കുർബാന പ്രകാശത്തിന്റെ കൂദാശയാണെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് സങ്കീർത്തനത്തിന്റെ 34 അധ്യായം 5 തിരുവചനമാണ്. നമ്മളെല്ലാം കാണാതെ പറയുന്ന ഒരു വചനമാണ്. അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടയാവുകയില്ല. പ്രിയമുള്ളവരെ, അവനെ നോക്കുന്നവരൊക്കെ പ്രകാശിതരായി മാറുകയാണ്. അവനെ നോക്കിയിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന വലിയ ദിവസങ്ങളാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ ദിവസങ്ങൾ. മുഴുവൻ സമയവും അവനെ നോക്കിയിരിക്കുക. സ്വർഗത്തിലെ ദൂതന്മാർ സദാ എന്റെ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. ഇപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മാലാഖമാരോടൊപ്പം നമ്മൾ ആയിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ മുഖം സദാ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പ്രകാശം നമുക്ക് നൽകപ്പെടുകയാണ്. ജീവിതത്തിലെ വെളിച്ചം നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങളാണ് ആരാധനയുടെ നിമിഷങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ പാപത്തോടുള്ള ഇരുട്ടിനോടുള്ള കൂട്ടുകെട്ടിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ദിവ്യകാരുണ്യവുമായി ചേർന്നിരിക്കുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 19, 20 വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി മനുഷ്യർ അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്ധകാരത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പ്രകാശത്തോട് കൂട്ടായ്മയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നവരാണ്. യേശുക്രിസ്തുവിലായിരിക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല. കാരണം എന്താണ്? അവൻ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് വിമുക്തനാകപ്പെട്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ ഇങ്ങനെ പറയുമ്പോൾ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പ്രകാശത്തിന്റെ കൂട്ടുകെട്ടിലേക്ക്, പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലകളിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ച വിശുദ്ധ കൂദാശ, ബലി, വിശുദ്ധ കുർബാന, അതിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുഖം, മ്ലാനവദനമായിരിക്കുന്ന മുഖത്തിന്റെ മേഖലകളിൽ നിന്ന് മാറി പ്രകാശം പരത്തുന്ന മുഖങ്ങളായി മാറട്ടെ. എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ ഏറ്റവും പ്രധാന പ്രശ്നം അവരുടെ മുഖം മ്ലാനമായിരുന്നു, അവരുടെ മുഖം ഇരുണ്ടുപോയി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അവരുടെ മുഖം സങ്കടത്താൽ നിറഞ്ഞു നിന്നിരുന്നതാണ്. അത് പ്രകാശമുള്ളതായി, അത് പ്രശോഭിക്കുന്നതായി മാറുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു നിൽക്കുമ്പോഴാണ്. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം.